തിരുവനന്തപുരം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ശ്രീ പന്ന്യൻ രവീന്ദ്രനാണ്. വെൽക്കം സാർ. നമ്മൾ കഴിഞ്ഞ തവണ കുതിരപ്പുറത്ത് വരുമ്പോൾ കണ്ട അതേ ആളാണ്, ഒരു മാറ്റവും ഇല്ല. ഈ കഴിഞ്ഞ 50-52 ദിവസത്തെ വെയിൽ കൊണ്ടിട്ടും വലിയ മാറ്റമൊന്നും മുഖത്ത് കാണുന്നില്ല. എന്താണ് ഈ ഊർജ്ജത്തിന്റെ രഹസ്യം? അതിപ്പോ അറിഞ്ഞില്ലേ, വിപ്ലവകാരികൾക്ക് എന്ത് പേരെന്ന് നമ്മളെ നേരത്തെ നമ്മളെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. AKG പറഞ്ഞ് അനുവർക്കുന്നുണ്ട്. ഒരു ജാഥ AKG ആണല്ലോ ആദ്യത്തെ പട്ടിണി ജാഥ നയിച്ചത് 1936 മദുരാശി എന്ന മലബാർ എന്ന മദുരാശിയിലേക്ക്. ആ ജാഥ നയിക്കുമ്പം ചോദിച്ചപ്പോൾ AKG പറഞ്ഞിരുന്നു, വിപ്ലവകാരിക്ക് എന്ത് വെയിൽ, എന്ത് മഴ, വിപ്ലവകാരിക്ക് എന്ത് വെയിൽ എന്നുള്ളതാണ് ടാഗ് അല്ലേ? അതെ, വിപ്ലവകാരിക്ക് എന്ത് വെയിൽ. കാരണം രാവിലെ നമ്മൾ ഇതിനകത്ത് കയറിയിരുന്നാൽ, കൂട്ടിൽ കയറിയിരുന്നാൽ, അറിയാലോ നിങ്ങൾക്ക്, കയറിയിരുന്നാൽ പിന്നെ നമ്മൾ ഉച്ചക്ക് നമ്മളെ പരിപാടി അവസാനിക്കുമ്പോൾ ഇറങ്ങുന്നത്, അതുവരെ നമുക്ക് വേറെ ഒന്നുമില്ല, വെള്ളം കുടിച്ചെങ്കിലായി. വേറെ എന്താ ഉള്ളത്? രാവിലെ എനിക്കൊരു റോബസ്റ്റ പഴവും ഒരു കഷ്ണം പൊട്ടും മതി, അതിനെക്കൊണ്ട് ഇന്ധനമായി. ഈ റോബസ്റ്റ പഴത്തിനോട് എന്ത് മുതലായി ഈ പ്രിയം തുടങ്ങിയത്? അല്ല, പ്രിയം തുടങ്ങിയതല്ല, അതിന്റെ ഞാനങ്ങനെ ഉപയോഗിച്ചുള്ള ശീല. വേറെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇപ്പൊ റോബസ്റ്റ്, ഇപ്പൊ തിരുവനന്തപുരത്തുകാർക്കാണെങ്കിൽ കപ്പപ്പഴമാണ് തിരുവനന്തപുരത്തുകാരുടെ ഒരു ഫേവറേറ്റ് ഐറ്റം അല്ലേ? മറ്റൊരു സ്ഥലത്ത് ഈ കപ്പപ്പഴത്തോട് ഇത്ര പ്രേമമില്ല. തിരുവനന്തപുരത്ത് കപ്പപ്പഴം ഒരു പ്രിവിലേജ് പഴമാണ്. അതെ, പ്രിവിലേജ് പഴം. ആ കപ്പപ്പഴത്തിന് ചോപ്പുണ്ട്, അത് വിട്ടിട്ട് ഈ റോബസ്റ്റയുടെ പച്ചപ്പഴത്തിന് എടുക്കാനുള്ള കാര്യം എന്താ? അല്ല, റോബസ്റ്റയാണോ? അല്ല, ന്യൂനപക്ഷത്തോടെ അല്ലെങ്കിലും എനിക്കുള്ളൊരു വലിയ താല്പര്യമുണ്ട്. കാരണം ന്യൂനപക്ഷങ്ങൾ എപ്പോഴും മനസ്സിൽ അങ്കലാപ്പോയിട്ട് കഴിയുന്ന ആളുകളാണ്. കാരണം അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള. കാരണം ബാബരി മസ്ജിദ് വന്നപ്പോൾ നമ്മുടെ രാജ്യത്തിൽ ന്യൂനപക്ഷങ്ങൾ ഇതിന് എൻ്റെ ചങ്കടിപ്പുണ്ടായിരുന്നു. കാരണം നമ്മുടെ നാട്ടിൻ്റെ ഒരു അസ്തിത്വത്തെ ചോദ്യം ചെയ്യല്ലേ എന്ന്. അതൊരു ചെറിയ കാര്യമില്ലല്ലോ. രാജ്യത്തിനകത്ത് നിലയുന്ന ഒരു ആരാധനാലയം ഒരു ദിവസം അടിച്ചു പൊളിക്കല്ലേ. അപ്പം അതുപോലുള്ള സംഭവങ്ങൾ അവരെ ഹൃദയത്തിലുണ്ടാകുന്ന വേദന നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എൻ്റെ ബാബറി മസ്ജിദ് പൊളിച്ചതും പിന്നീട് രാമക്ഷേത്രം നിർമ്മിച്ചതും അതിന്റെ ചിത്രം ഫേസ്ബുക്കിൽ ശശി തരൂർ പങ്കുവച്ചതും അടക്കം ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ അല്പം ആശങ്കയുണ്ടാക്കിയിട്ടുണ്ടെന്ന ചില പ്രതികരണങ്ങൾ ഞങ്ങൾ ഇന്നലെ കേട്ടു. അങ്ങനെ കരുതുന്നുണ്ടോ? കാരണം ആ വിഷയത്തിൽ അങ്ങനെയല്ല ഒരു നിലപാട് എടുക്കേണ്ടിയിരുന്നത് ഒരു മതേതര പാർട്ടി എന്നതാണോ താങ്കളും കരുതുന്നത്? തീർച്ചയായിട്ടും. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വലിയ പാരമ്പര്യമുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഗാന്ധി ഖിലാഫത്ത് പ്രസ്ഥാനത്തെ കൂടെ കൂട്ടിയിട്ട് ആ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പിന്നെ ജനങ്ങളെ പങ്കെടുപ്പിച്ച്, ഗാന്ധിയെപ്പോലെ വിശാലമായ വീക്ഷണമുള്ള ഒരാളാണ് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാനമായും പറയേണ്ട ഒരു അടിത്തറ. ഇന്ത്യയിൽ ഒരു സെക്യുലർ ഇന്ത്യയല്ലേ? ആ സെക്യുലർ ഇന്ത്യയിലൂടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ? നമ്മൾ കാണുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടാകുന്ന ദുഃഖം ചെറുതാണോ? ഇന്നത്തെ മെനഞ്ഞ 2 ദിവസം മുമ്പ് പ്രധാനമന്ത്രി പറയുകയാണ്, നിങ്ങൾ കണ്ടില്ലേ, മതന്യൂനപക്ഷങ്ങളെക്കുറിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുക. നേരത്തെ തന്നെ പൗരത്വ നിയമത്തെക്കുറിച്ച് തന്നെ പറഞ്ഞ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വ നിയമം കൊടുക്കാൻ വേണ്ടി തുടങ്ങി. അത് തന്നെ ഭരണഘടനാപരമായിട്ട് തെറ്റാ. അതിന് പാർലമെന്റ് ഒരു അംഗീകാരം കിട്ടുന്നതിന് എന്ത് ചെയ്ത്, പാർലമെന്റിൽ ഭൂരിപക്ഷ മെമ്പർമാരെയൊക്കെ സസ്പെൻഡ് ചെയ്ത് പുറത്താക്കി, എന്നിട്ട് അംഗീകാരം വാങ്ങി. നിങ്ങൾ എവിടെയാ ജനാധിപത്യം? ജനാധിപത്യത്തിന്റെ പ്രധാനപ്പെട്ട സകല കേന്ദ്രങ്ങളും അടിച്ചു പൊളിച്ചില്ലേ? ഇലക്ടഡ് ഓട്ടോക്രസി, തെരഞ്ഞെടുക്കപ്പെട്ട സ്വേച്ഛാധിപത്യം എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ. അല്ല, അത് ഏതാണ്ട് ആ വഴിയിലേക്ക് പോകുന്നത്. അതായത് ഇപ്പൊ രാജസ്ഥാനിൽ മോദി ബൻസ്വാരയിൽ നടത്തിയ പ്രസംഗമുണ്ടല്ലോ, അങ്ങ് നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്ന കൂട്ടര്, നുഴഞ്ഞുകയറ്റക്കാര്, അവർക്ക് ഈ രാജ്യത്തിന്റെ സ്വത്ത് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ, ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ കൊടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ അടുത്ത കാലത്ത് ഇന്ത്യ കണ്ട കൊടും വർഗീയമായ വംശീയമായ ഒരു പരാമർശമാണോ? അല്ല, അത് പ്രധാനമന്ത്രിയാ. ആ സ്ഥാനം നോക്കണം. പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്ന ആളുകൾ ആരൊക്കെയാ? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ വാജ്പേയി വരെ. വാജ്പേയി എത്ര മാന്യനായിരുന്നു. ഇദ്ദേഹം അതാണോ? ഇദ്ദേഹം RSS വളണ്ടിയറായിട്ടാണ് നിൽക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി. അത് ചെറിയ കാര്യമല്ല. വോട്ടിന് വേണ്ടി എന്നും പറയുമല്ലോ. അദ്ദേഹം ഇവിടെ വന്നിട്ട് കാട്ടാക്കടയിൽ വന്ന് പ്രസംഗിച്ചെന്താ? സത്യം പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് പറയേണ്ട വാക്കാണ് പറഞ്ഞത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിന് എന്താ അധികാരം? എന്താ അദ്ദേഹത്തിന് ഉള്ള അധികാരം? ഈ നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ കോഴയല്ലേ ഇലക്ടോറൽ ബോണ്ട്. ആ കോഴയിൽ 8,661 കോടി രൂപ കൈവശപ്പെടുത്തിയ ഒരു പാർട്ടിയുടെ നേതാവല്ലേ ഇയാള്. അദ്ദേഹത്തിന് എന്താ പറയാൻ അധികാരം? ഞാൻ ഈ തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് കൂടി വന്നാലേ, ശ്രീ ശശി തരൂർ, താങ്കൾ, ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ, 3 പേരെയും വോട്ടർമാർ 3 രീതിയിലാണ് സമീപിക്കുന്നത്. അതിൽ താങ്കൾക്കുള്ള ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് അവർ പറയുന്നത്, താങ്കൾ വളരെ സിമ്പിളായ ഒരു സ്ഥാനാർത്ഥിയാണ്, ജനകീയനായ സ്ഥാനാർത്ഥിയാണ്, ജനങ്ങൾക്കൊപ്പമുള്ള സ്ഥാനാർത്ഥിയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ശ്രീ പന്ന്യൻ രവീന്ദ്രനെ കാണാൻ, എപ്പോഴും കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം താങ്കൾ അവസാന നിമിഷത്തെ കരുത്തായിട്ട് കണക്കാക്കുന്നത് താങ്കളുടെ വ്യക്തിപ്രഭാവത്തിൻ്റെ കരുത്താണോ, അതല്ല ഇടതുമുന്നണി എടുത്തിരിക്കുന്ന ദേശീയ രാഷ്ട്രീയത്തിലെ നിലപാടാണോ?
അതോ ഇത് രണ്ടുമുണ്ടോ? ഞാനെന്ന വ്യക്തിക്ക് ഇവിടെ വലിയ പ്രസക്തിയില്ല. ഞാൻ നേരിട്ട് കാര്യം ചോദിച്ചോട്ടെ? അല്ല, ഈ ഒരു സിംപ്ലിസിറ്റി, വളരെ കെയർഫുൾ കെയർലെസ്നെസ്, ശ്രദ്ധാപൂർവ്വം നടത്തുന്ന ഞാൻ താങ്കൾ അരുണും ഞാനും തമ്മിലുള്ള ഒരു ബന്ധത്തിന് ഒരുപാട് കാലത്തുണ്ടല്ലോ. ഞാനത് നോക്കിയിട്ടേ ഇല്ല. വ്യക്തി എന്ന രീതിയിൽ ഞാനൊരു പ്രമാണിയാന്നുള്ളൊരു ഭാവം എനിക്കില്ല. ഇല്ല, ആവണ്ട. കാരണം ഞാൻ എല്ലാവരെയും കൂടെ ഞാൻ ജനങ്ങളുടെ ഭാഗമാണ്, ഞാൻ സമൂഹത്തിൻ്റെ ഭാഗമാണ് അരുൺ. എനിക്കതിൽ പ്രത്യേകതയൊന്നുമില്ല, വേറെ ഒന്നുമില്ല. ഞാനങ്ങനെ എന്നെക്കുറിച്ച് ആരെങ്കിലും പുകഴ്ത്തി പറയുമ്പോൾ എനിക്ക് മനസ്സിനകത്ത് വലിയ വിഷമാ. അങ്ങനെ പറയുന്നത് തോന്നും. പക്ഷെ അന്നേരം പറയാൻ പറ്റില്ല, ഒരു അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. എന്നാൽ സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യൻ എങ്ങനെയാവണം, ഞാൻ ഒരുപാട് വായിക്കുന്ന ആളാണെന്ന് താങ്കൾക്ക് അറിയാലോ. ആ വായനയിൽ കൂടി കിട്ടിയൊരു ഊർജ്ജമാണത്, വായനയിൽ കൂടി കിട്ടിയൊരു സമ്പാദ്യമാണ്. അതായത് ശ്രീ പന്ന്യൻ രവീന്ദ്രന്റെ ഡീകോഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഫുട്ബോൾ മത്സരം, വായന, മനുഷ്യരുമായിട്ടുള്ള സംഭാഷണം, പിന്നെ നന്മയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ആഗ്രഹം, അതിനും അപ്പുറത്തേക്ക് പന്ന്യൻ രവീന്ദ്രൻ ഇല്ല എന്നുള്ളതല്ല. അല്ല, അത് ഞാൻ താങ്കളോട് പറയാം. നന്മയുടെ കാര്യങ്ങൾ, ഞാനിവിടെ എം പി ആയിട്ട് ഇവിടെ വന്നതിന് ശേഷം ഞാനിവിടെ അരുവിപ്പുറത്ത് പോയി. അരുവിപ്പുറത്ത് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനകത്തുണ്ടല്ലോ, ശ്രീനാരായണ ഗുരുദേവൻ ആദ്യമായി ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയ സ്ഥലമാണ്. അവിടെ ചെന്നപ്പോൾ റോഡ് പൊളിഞ്ഞു കിടക്കുക. അന്ന് എം പിമാർക്ക് ഒരു വർഷം 2 കോടിയേ ഉള്ളൂ. ഞാൻ എൻ്റെ മനസ്സിൽ അവർ പറഞ്ഞ് ഇങ്ങനെ റോഡ് പൊളിഞ്ഞു കിടക്കുക, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഈ 2 കോടിനകത്ത് എല്ലാത്തിനും കൊടുക്കണ്ടേ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് ഞാൻ നേരെ വന്ന് ഞാനൊരു ഹോംവർക്ക് നടത്തിയപ്പോൾ എനിക്ക് തോന്നി, സെൻട്രൽ റോഡ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ട്. അത് TR ബാലുവിൻ്റെ കയ്യിലാണ് കാശുള്ളത്. അപ്പം ഞാൻ ഡൽഹിയിൽ പോയപ്പോൾ TR ബാലുവിനെ ഞാൻ കാണാമെന്ന് പറഞ്ഞ് കാണാൻ അയാൾ വസതിയിൽ പോകുമ്പോൾ ഞാനെന്ന് പറയുന്നത് പളനിമാണിക്കത്തെയും കൂട്ടിയിട്ടാണ് പോയത്, നമ്മളെ തമിഴ്നാടിലെ മന്ത്രി. അദ്ദേഹം ഞാനും തമ്മിൽ ഒരു വലിയ ബന്ധം ഉണ്ടായില്ല. അവിടെ ചെന്നപ്പോൾ ഉണ്ടായി, അയാൾ ധനകാര്യ സഹമന്ത്രിയാണ്. ഞാൻ പോയിട്ട് എല്ലാം പറഞ്ഞു. ഞാൻ പറയുന്നത് ശ്രീനാരായണ ഗുരുവിനെ പറ്റി ഒരുപാട് കാര്യം താങ്കളോട് പറയേണ്ടി വരില്ല, തമിഴ്നാട്ടുകാർക്ക് എല്ലാം അറിയുന്നതാണ്. ഇവിടെ അതെ, അതുപോലെയാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിന് അദ്ദേഹം ആദ്യ ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയ സ്ഥലത്ത് അവിടെ പോകാൻ റോഡില്ല, അവിടെ ഒന്ന് സഹായിക്കണമല്ലോ. അദ്ദേഹത്തെ കാണാൻ വേണ്ടി മഹാത്മാഗാന്ധി വന്നാണ്, അദ്ദേഹത്തെ കാണാൻ വേണ്ടി ടാഗോർ വന്നതാണ്. എന്തിന് നമ്മുടെ സാക്ഷാൽ ഈ കേരളം ഭ്രാന്താലി എന്ന് പറഞ്ഞ വിവേകാനന്ദ സ്വാമികളിലെ അദ്ദേഹം പറഞ്ഞത്, ഈ മനുഷ്യൻ അദ്ദേഹമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഊർജ്ജം തരുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞതാണ്. അത്ര വലിയ ആളാണ് ശ്രീനാരായണ ഗുരു. അപ്പം എന്നോട് എത്ര കാശ് വേണ്ടി വരും? ഞാൻ പറഞ്ഞു ഒരു 20 crore വേണം വിലപേശി. 20 കോടി. അപ്പം അവസാനം എന്നോട് പറഞ്ഞ് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ വിടാതെ വിട്ട് 10 കോടി രൂപ കിട്ടി. 10 നെയ്യാറ്റിൻകരയിൽ നിന്ന് ഇവിടെ നിന്ന് അരുവിപ്പുറം മുതൽ അവിടെ നെയ്യാർ ഡാം വരെയുള്ള റോഡ് ഉണ്ടാക്കി. ഒരു MP എന്ന് പറഞ്ഞാൽ ജനപ്രതിനിധിയാണ്. ജനപ്രതിനിധിയുടെ ജോലി വിചാരിച്ചാൽ നടക്കും. ജനപ്രതിനിധി ചെയ്യേണ്ട കാര്യം എന്താ, ആ കാര്യം ഞാൻ ചെയ്തിരിക്കുന്നത്. കാരണം എന്നെ ഏൽപ്പിച്ച ജോലി കൃത്യമായി നിർവഹിക്കാൻ വേണ്ടി എന്താ വഴി, ആ വഴി ഞാൻ ആലോചിച്ചപ്പം എനിക്ക് കൃത്യമായ ഇതേ ഉള്ളൂ. അതിന് ഹോംവർക്ക് ചെയ്യണം. സെൻട്രൽ റോഡ് ഫണ്ട് എന്ന് പറയുന്നൊരു ഫണ്ടുണ്ട്. ഒരു MP കിട്ടുന്ന അതിന് സമയമുണ്ട്. വേറെ കോർപ്പറേറ്റ് മന്ത്രാലയത്തിൽ അല്ലെങ്കിൽ കമ്പനികളൊന്നുമില്ല. മാത്രമല്ല, അത് ഫണ്ട് 10 കോടി എന്ന് പറഞ്ഞപ്പം എത്ര കോൺട്രാക്ടർമാർ എൻ്റെ അടുത്ത് വന്ന് കാണാൻ. പിന്നെയോ അവരെങ്ങനെ മാനേജ് ചെയ്ത്? അതെ, അവരോട് ഞാൻ പറഞ്ഞു, സോറി, ഇത് സെൻട്രൽ റോഡ് ഫണ്ടാണ്, ഞാൻ കേരളത്തിലെ PWD കൊണ്ടാണ് ചെയ്യിക്കുന്നത്, ഇത് കൃത്യമായിട്ട് നടക്കേണ്ടതാണ്. അവിടെ നമ്മൾ തമ്മിൽ വേറെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അവർക്കറിയാം നമ്മൾ ചിങ്കിടിയുള്ള ആളല്ല എന്ന് അവർക്കറിയാം.